എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു വീഡിയോ വന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ശരിക്കും ഇന്നല്ല ആ വീഡിയോ വന്നത്, 2 ദിവസമായി. ഞാൻ ഇന്നാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ശരിക്കും ജൂനിയർ ഹണി റോസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഹണി റോസിനെ എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ ബോച്ച വന്നിട്ട് നമ്മുടെ സുന്ദരിയായ മൊണോലിസയെ കൊണ്ടുവന്നു. മൊണോലിസ പറക്കി കെട്ടിപ്പോയി. അന്നത്തെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയി. നമുക്കെല്ലാം വളരെയധികം സന്തോഷമായി. ഇപ്പോൾ അതിനുശേഷം ആ ഒരു പട്ടം, അതായത് ഹണി റോസിൻ്റെ ആ ഒരു പട്ടം അവിടെ എങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അവിടെ ആരും പുതിയതായിട്ട് പിന്നെ വന്നതായിട്ട് കണ്ടില്ല. 1-2 പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അവരൊന്നും വേണ്ട രീതിയിൽ ശോഭിച്ചില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഇപ്പോൾ ദേ മറ്റൊരാൾ വന്നിരിക്കുകയാണ്. നമ്മുടെ മലയാള മണ്ണിൽ നിന്നും തന്നെയാണ് വന്നിരിക്കുന്നത്. എന്തായാലും പുള്ളിക്കാരത്തിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൾ തന്നെയാണ്. ദേ നമ്മുടെ ഹണി റോസ് വരുന്നത് പോലെ തന്നെ ഒരു മത്സ്യകന്യകയെ പോലെ വരികയാണ് പുള്ളിക്കാരത്തി. അപ്പോൾ നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും ആരായിരിക്കും ആ ഒരു മത്സ്യകന്യകയെന്ന്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ വരെ ഞെട്ടിപ്പോയി കേട്ടോ ആ ഒരു മത്സ്യകന്യക കണ്ടപ്പോഴത്തേക്ക്. മത്സ്യം ഓക്കെ, കന്യക നോ. പക്ഷേ എന്തായാലും നമുക്ക് ആ മത്സ്യകന്യകയെ കാണാം. മറ്റാരുമല്ല, നമ്മുടെ സജിന ഫിറോസ് ആട്ടോ. ദേ വരികയാണ്. ദേ കണ്ടോ, ബിരിയാണിക്കടയുടെ ഉദ്ഘാടനത്തിന് വന്നതാണ് പുള്ളിക്കാരത്തി. കണ്ടോ, അടിപൊളി. ഈ ഡ്രസ്സിനകത്ത് എങ്ങനെയാണ് ഇറങ്ങിയത്? വേണ്ട, ഈ മ്യൂസിക് ഉണ്ടെങ്കിലേ ചിലപ്പം പ്രശ്നമാവും, കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഡ്രസ്സിനകത്ത് എങ്ങനെയാണ് ഇറങ്ങിയതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ. ശരിക്കും എനിക്ക് തോന്നുന്നു ഇവരെ ദേഹത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് ചേർത്തതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവരെ നിർത്തിക്കൊണ്ട് ആ തുണിയുടെ കട്ട് പീസൊക്കെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് വച്ചതായിരിക്കും. എന്തുവാടേ ഇതൊക്കെ? കുറച്ച് ബട്ടൺസ് കൂടി ആവായിരുന്നു. കുണ്ടി കുറച്ച് വെച്ച് കെട്ടാമായിരുന്നു. ഒന്നും വച്ച് കെട്ടിയിട്ടില്ല കേട്ടോ. അതാണിങ്ങനെ തേമ്പി അടിച്ചിരിക്കുന്നത്. എന്തുവാ സജിന ഇത്? കുറച്ച് മര്യാദയൊക്കെ വേണ്ടേ? നിങ്ങൾക്കൊരു വിലയൊക്കെ ഉള്ളതല്ലേ സമൂഹത്തിൽ? വെറുതെ എന്തിനാണ് ഇങ്ങനെ വന്നു നിന്ന് ഇതൊക്കെ കളയുന്നത്? ഛേ, എന്തുവാടേ ഇത്? പണത്തിന് മീതെ പരുന്തും പറക്കില്ല. എന്തായാലും ഈ പുരുഷന്മാരുടെ ദാരിദ്ര്യത്തെ നല്ല രീതിയിൽ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. എന്തായാലും സജിന ഫിറോസിൽ നിന്നും ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര മോശമായിപ്പോയി കേട്ടോ. ഒന്നുമില്ലല്ലോ, വലിയ 2 കുട്ടികളുടെ ഉമ്മയല്ലേടോ താൻ. ആ ഹണി റോസിനെ അനുകരിക്കേണ്ട ഒരു കാര്യമില്ല. ആ കൊച്ച് സിംഗിളാട്ടോ. ആ കൊച്ചിന് നാണവും മാനവും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതല്ലേ അതിനെ എല്ലാവരും എടുത്തിട്ട് ഊക്കുന്നത്. പക്ഷെ തനിക്കൊരു മാന്യതയൊക്കെ വേണ്ടേടോ. എന്തുവാടേ, പിടിച്ച് മേലോട്ട് വയ്ക്കേണ്ട കാര്യമില്ലല്ലോ. അത്യാവശ്യം ഇറക്കം കുറഞ്ഞൊരെണ്ണം ഇട്ടിരുന്നെങ്കിൽ. പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുക അവിടെ. എന്താ നാണോ ആവുന്നില്ലേ പെണ്ണുപിള്ളേ നിങ്ങൾക്ക്? എന്തായാലും ഈ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു നമ്മുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആരുടെയും കണ്ണിൽ കിട്ടിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്തായാലും ഞാൻ കണ്ടപ്പോഴേ ഇങ്ങെടുത്തേ.
ശരിക്കും ഇതൊക്കെയല്ലേ നമ്മൾ സമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കേണ്ടത്. പല കാര്യങ്ങളും നമ്മൾ എത്തിക്കുന്നുണ്ട്, പക്ഷേ ഇതൊക്കെ എത്തിക്കാതിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എന്തായാലും ഈ ഒരു വീഡിയോ ഇങ്ങനെ കിടക്കട്ടെ, അത് നിങ്ങൾ കണ്ടോളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ സജിന ഫിറോസിനോടാണ് പറയാനുള്ളത്. എൻ്റെ സജിനെ, പൈസയെന്ന് വെച്ചാൽ നമുക്കുണ്ടാവും, അതിന് പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് അധ്വാനിക്കണം എന്നേ ഉള്ളൂ. അത് ഏത് രീതിയിൽ വേണേലും അധ്വാനിക്കാം, മോഡലിംഗ് ഒക്കെ ആവാം. പക്ഷേ താൻ കേട്ടിട്ടുള്ള ഓരോ കാര്യമല്ലേ, താനും കൂടി കേട്ടിട്ടുള്ളതല്ലേ ഹണിറോസിനെ മറ്റുള്ളവർ വിമർശിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ, ഹണിറോസിൻ്റെ ഉദ്ഘാടനത്തിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോരുത്തരും എന്തുമാത്രം അവരെ ഊക്കി വിട്ടിട്ടുള്ളതാണ്, അത് തനിക്കും അറിയാവുന്നതല്ലേ. എന്നിട്ടാണോ താൻ 2 കുട്ടികളുടെ ഉമ്മയായ താൻ ഇത്രയും മോശമായിട്ട് വസ്ത്രം ധരിച്ചിട്ട്? ഇതെന്തുവാടെ കേരളത്തിലുള്ള പെണ്ണുങ്ങൾക്കൊക്കെ ഇപ്പോൾ വന്ന് ഇങ്ങനെയൊക്കെ ആയിത്തീർന്നിരിക്കുന്നത്? എന്നാൽ നിങ്ങൾ ചോദിക്കും, അതിനെന്താണ്, അവർക്ക് ഉടുപ്പിന് ഇച്ചിരി കൈയില്ലെന്നുള്ള പ്രശ്നമല്ലേ ഉള്ളൂ, താഴറ്റം വരെ ഇറക്കമുണ്ടല്ലോ ആ ടോപ്പിനെന്ന്. എന്നാലും ഇത് ശരിക്കും ഹണിറോസിനെ വെല്ലുവിളിക്കുന്ന തരത്തിലായിപ്പോയി എന്നേ ഞാൻ പറയത്തുള്ളൂ. ശരിക്കും സജിന ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിലൊക്കെ നമ്മൾ വന്ന് കണ്ടതാണ്. സജിനയുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. അതുമാത്രമല്ല ഒരുപാട് റീൽസുകളും അതുപോലെ വീഡിയോസുകളൊക്കെ സജിനയുടേത് നമ്മൾ യൂട്യൂബിൽ നോക്കിയാലും അതിലൊക്കെ കിടപ്പുണ്ട്. പക്ഷേ ഒരെണ്ണത്തിൽ പോലും ഇതുപോലെ ഇത്രയും വൾഗറായിട്ട് ഇവർ വസ്ത്രം ധരിച്ച് നിന്ന് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊരു ബിരിയാണി കടയാണ് കേട്ടോ. ഈ ബിരിയാണി കടയുടെ ഉദ്ഘാടനത്തിനാണ് ഇവർ വന്നിരിക്കുന്നത്. പക്ഷേ ആദ്യം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ ഉദ്ഘാടനത്തിന് പോകുമ്പോൾ ഇതുപോലെയൊക്കെയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് പോയാൽ മാത്രമേ നിങ്ങൾക്ക് ഉദ്ഘാടനം കിട്ടുകയുള്ളൂ, വീണ്ടും ഉദ്ഘാടനത്തിന് നിങ്ങൾക്ക് ക്ഷണം കിട്ടുകയുള്ളൂ എന്നൊക്കെയുള്ള കുറേ തെറ്റായ ധാരണകൾ നിങ്ങൾക്കുണ്ട്. ആ ഒരു ധാരണയിൽ നിന്നായിരിക്കാം നിങ്ങൾ ഇങ്ങനെയൊക്കെ വേഷം കെട്ടി നടക്കുന്നത്. ശരിക്കും ഹണിറോസിനെ തന്നെ നമ്മൾ ഒരുപാട് വിമർശിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഇടയ്ക്ക് എന്തിനാണ് കൊച്ചെ ഇങ്ങനെ ഉള്ള മാനവും കളഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നത്? എന്ത് മോശമാണെന്ന് നോക്കൂ. ഇത് കാണുന്നവർ ദയവ് ചെയ്ത് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്തോളണം കേട്ടോ. കമൻറ്റ് ചെയ്തേക്കണേ. എന്ന് ചോദിക്കും, ഈ മുതുക്കിത്തള്ളയ്ക്ക് എന്തിൻ്റെ കേടാണ്, ഈ തള്ള എന്തിനാ ഇങ്ങനെ ഇരുന്ന് മറ്റുള്ളവരെ വിമർശിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ അങ്ങനെ ഉള്ളവരോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ചില ആളുകൾക്ക്, അതായത് ഇപ്പോൾ മെമ്പർഷിപ്പ് ചെയ്യുന്ന പല മുതുക്കികളും ഉണ്ട്. അതിൽ പലരുടെയും പേര് നമ്മൾ പറയാതിരിക്കുകയാണ്. കാരണം പേര് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഇവളുമാർക്ക് കാണിക്കാം, പക്ഷെ പറഞ്ഞുകൂടാ. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അവരൊക്കെ വേണമെങ്കിൽ നമ്മുടെ ചാനൽ പോലും നശിപ്പിക്കാൻ ശ്രമിക്കും. അമ്മാതിരിയുള്ള പെണ്ണുങ്ങളാണ്. നമുക്കിപ്പോൾ ഈ ചാനലല്ലെങ്കിൽ വേറെ ചാനലുണ്ട്, അത് വേറൊരു സത്യം. പക്ഷേ എന്നാലും ഒരു ചാനൽ പരിപാലിച്ച് കൊണ്ടുവരുമ്പോൾ അത് നഷ്ടപ്പെടുമ്പോഴുള്ള വിഷമം എത്രയാണെന്ന് അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ പെണ്ണുങ്ങളിപ്പോൾ ഹണിറോസിൻ്റെ കേസ് കേട്ട് വന്നപ്പോഴത്തേക്ക് പിണറായി അവർക്കൊക്കെ ഡ്രസ്സ് അവരവരെ ഇഷ്ടത്തിന് ധരിക്കാം എന്നുള്ളൊരിത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്കിപ്പം പഴയതിൻ്റെ അത്ര പോലും ഡ്രസ്സില്ലാതെ അവസ്ഥയിലായി. നിങ്ങളെല്ലാവരും കാണുന്നുണ്ട്. അപ്പോൾ ബിബിഷ, ഞാൻ പേര് പറഞ്ഞു തരാം, പേരിൻ്റെ ഒരു ക്ലൂ തരാം. ബിബിഷ ബിജു എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട്. അവരുടെ ഷോർട്സ് വീഡിയോകളൊക്കെ ഇപ്പോൾ നിങ്ങൾ കണ്ടു നോക്കണം. അവരിടുന്നത് എന്തുമാത്രം രീതിയിലാണ് അവർ പോകുന്നതെന്നുള്ളത്. ശരിക്കും എന്താണ്, എങ്ങനെ വേണേലും പെണ്ണുങ്ങൾക്ക് ഡ്രസ്സ് ധരിക്കാം എന്നുള്ളൊരിത് കൊടുത്തതിന് ശേഷമാണ്. എന്തായാലും ഇത് വല്ലാത്തൊരു ഡ്രസ്സിങ് ആയിപ്പോയി സജിന ഫിറോസെ. നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡ് ഉള്ളതല്ലായിരുന്നു, നിങ്ങൾക്കൊരിത്തിരി ഒരു അഭിമാനമൊക്കെ ഉള്ളൊരു സ്ത്രീ ആയിരുന്നല്ലോ. എന്നിട്ട് എന്താ ഇങ്ങനെയൊക്കെ ഇത്രയും മോശമായിട്ട്? അതായത് ഹണിറോസിൻ്റെ പകരക്കാരിയാവാൻ വേണ്ടി തന്നെയാണോ ഈ നമ്മുടെ സജിന ഫിറോസ് ഇത്തരത്തിൽ വേഷമൊക്കെ ധരിച്ച് ഉദ്ഘാടനത്തിന് എത്തിയിരിക്കുന്നത് എന്നാണ് എൻ്റെ സംശയം. നിങ്ങളുടെയൊക്കെ സംശയം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിക്കൊള്ളണേ. ഈ റംസാൻ്റെ ഈ പുണ്യവ്രതശുദ്ധിയോടുകൂടി കഴിയേണ്ട ഈ ഒരു സമയത്ത് ഇതുപോലെയുള്ള വസ്ത്രവും ധരിച്ച് ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാനായിട്ട് തനിക്ക് നാണമായില്ലേ സജിന ഫിറോസെ? എന്തായാലും നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ മാന്യമായിട്ട് വസ്ത്രം ധരിച്ച് ഉദ്ഘാടനത്തിന് പോയാലും നിങ്ങൾക്ക് കിട്ടേണ്ട ബഹുമാനം കിട്ടുക തന്നെ ചെയ്യും.
ശരിക്കും നിങ്ങൾ ഇത്തരത്തിൽ വസ്ത്രം ധരിച്ച് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ബഹുമാനമാണ് കിട്ടുന്നത്? നിങ്ങൾ വളരെ മാന്യമായിട്ട് സാരി ധരിച്ച് പോകണമെന്ന് പറയുന്നില്ല. സാരി അല്ലാതെ തന്നെ എന്തോരം ഡ്രസ്സുകളുണ്ട്, നല്ല മാന്യമായിട്ട് ധരിക്കാൻ പറ്റിയ എന്തുമാത്രം ഡ്രസ്സുകളുണ്ട്. നമ്മൾ മഞ്ജു വാര്യറിൻ്റെയൊക്കെ ഉദ്ഘാടന ചടങ്ങുകളിലൊക്കെ അവരൊക്കെ പോകുന്നത് നമ്മൾ കാണുന്നതാണ്. അവരൊക്കെ എത്ര മാന്യമായിട്ടാണ് ഡ്രസ്സ് ധരിച്ച് പോകുന്നത് എന്ന് കരുതി അവരോട് ആർക്കെങ്കിലും സ്നേഹമോ ആരാധനയോ കുറവുണ്ടോ? ഇല്ലല്ലോ. ശരിക്കും നിങ്ങൾ മാന്യമായിട്ട് വസ്ത്രം ധരിച്ച് പോകുമ്പോൾ ഇതുപോലെ മാന്യത കെട്ട് വസ്ത്രം ധരിച്ച് പോകുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ബഹുമാനം കിട്ടും. നിങ്ങൾ ഇത്തരത്തിലുള്ള വസ്ത്രം ധരിച്ച് പോകുമ്പോൾ ആളുകളൊക്കെ എന്ന് വെച്ചാൽ എവിടെയൊക്കെയാണോ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് വലുതായിട്ടൊന്നും പറയുന്നില്ല. എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല. എവിടെയൊക്കെയാണോ നോക്കിക്കൂടാത്തത് അവിടെയൊക്കെ മറ്റുള്ളവർ നോക്കത്തുള്ളൂ. നിങ്ങളുടെയൊക്കെ ഇമാതിരിയുള്ള വസ്ത്രധാരണം കണ്ടു കഴിഞ്ഞാൽ അതങ്ങനെ മറ്റുള്ളവരുടെ ശ്രദ്ധ ആ ഭാഗത്തേക്കൊക്കെ വിടാൻ വേണ്ടിയിട്ടാണോ നിങ്ങളൊക്കെ ഇങ്ങനെ വസ്ത്രം ധരിച്ചിറങ്ങുന്നതെന്ന് എനിക്കറിയില്ല. കാരണം ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ഓരോ വ്യക്തിക്കും വളരെയധികം സ്പഷ്ടമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ ഇങ്ങനെ വസ്ത്രം ധരിച്ച് വരേണ്ട കാര്യം എന്താണ്? നിങ്ങൾക്ക് തന്നെ തലയ്ക്കകത്തൊരു മൂളയില്ലേ? നിങ്ങളെന്താ ഹണി റോസ് വിട്ടൊഴിഞ്ഞിട്ടൊന്നുമില്ല. എന്നാലും ഹണി റോസിന് പകരക്കാരി ആവാൻ വേണ്ടിയിട്ടാണോ സജിനോ ഫിറോസ് ഇപ്പോൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ സംശയം. ഇനി നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കൂ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കൂ. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.